ഇത് നമ്മുടെ ട്രാവൽ വ്ളോഗിന്റെ ക്ലൈമാക്സ് ആണ്. എന്തിനു വേണ്ടിയാണോ നമ്മൾ മൂന്നുപേരും ഈ ഒരു യാത്ര തുടങ്ങി അതിനുള്ള സമയമാവുകയാണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലം നമ്മൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നത്. ഇന്ന് ആദ്യമായിട്ട് വിഷ്ണുവിന്റെ അച്ഛനും അമ്മയും യുവിനെ കാണാൻ പോവാണ്. മസ്കറ്റ് എന്നുള്ള കണക്ഷൻ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡൽഹി ടു കാലിക്കറ്റ് ഫ്ലൈറ്റ് കിട്ടുമോ എന്നുള്ള ചെറിയൊരു ടെൻഷനിലാണ് ഈ ഒരു ഫ്ലൈറ്റ് നമ്മൾ ബോർഡ് ചെയ്ത്. ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ മൂന്നുപേരും നല്ലൊരു ഉറക്കം ഉറങ്ങി എണീറ്റപ്പോക്ക് നമ്മളിതേ ഡൽഹിയിൽ ലാൻഡ് ചെയ്യാനായി. ഡൽഹിയിൽ ലാൻഡ് ചെയ്തതും നമ്മൾ അടുത്ത ഫ്ലൈറ്റ് പിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. ഇവിടെ നമ്മൾ പോർട്ടർ സർവീസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ സഹായിച്ചതുകൊണ്ടും പിന്നെ എവിടുന്നൊക്കെയോ ദേവദൂതന്മാരെ പോലെ കുറെ ആൾക്കാർ വന്ന് സഹായിച്ചതുകൊണ്ടും കൂടെ മാത്രമാണ് നമുക്ക് ഡൽഹി ടു കാലിക്കറ്റ് ഫ്ലൈറ്റ് കിട്ടിയത്. പക്ഷെ മൂന്നാമത്തെ ഫ്ലൈറ്റ് ഒക്കെ ആയപ്പോക്ക് യുവാന് ചെറുതായിട്ട് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നേ വരെ ഇറക്കാത്ത എക്സ്പ്രഷൻസ് ഒക്കെയാണ് യുവീനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ടുപേരും ഈ ഫ്ലൈറ്റിൽ ഇറക്കിയത്. ഈ ഒരു 3 മണിക്കൂർ എക്സൈറ്റ്മെന്റ് കാരണം എനിക്കൊരു 3 ദിവസം പോലെ തോന്നിയത്. അങ്ങനെ ക്ലൈമാക്സ് ആവാനായി. നമ്മൾ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോവാണ്. മക്കളും മധുരമാണെങ്കിൽ പേരക്കുട്ടികൾ ഇരട്ടി മധുരമാണെന്നല്ലേ പറയുക. അച്ഛനും അമ്മയും യുവീനെ കാണാൻ ഓടി വന്ന കാഴ്ച ഇപ്പോഴും എൻ്റെ കണ്ണിൽ മായാതെ ഉണ്ട്. ഇവരുടെ സ്നേഹവും എക്സൈറ്റ്മെന്റും ഒക്കെ കണ്ട് ഞാൻ വിചാരിക്കുകയായിരുന്നു, ഇത്രയും സ്നേഹിക്കാൻ അറിയുന്ന ആൾക്കാരുടെ ഇടയിൽ ജനിച്ച യുവി ജന്മം കൊണ്ടേ ഭാഗ്യം ചെയ്ത ഒരാളാണെന്ന്. യുവീന് അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയുന്നുണ്ടെങ്കിലും യുവിക്ക് ഇനി 2 അച്ഛനമ്മമാരെയും മെല്ലെ പരിചയപ്പെട്ട് വരണം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വാല്യൂസ് ആഡ് ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ വല്യച്ഛനും അമ്മമ്മയും. അതേപോലെ ഇവർക്ക് 2 പേർക്കും യുവിയുടെ ലൈഫിൽ ഒരുപാട് വാല്യൂസും സ്നേഹവും കൊടുക്കാൻ പറ്റട്ടെ.